ഹായ് മക്കളെ, യെസ് അവന്യ മിസ്സാണ്. അപ്പോൾ ഇതാ ഇന്ന് മിസ് വന്നേക്കുന്നത്. നിങ്ങളെ തമ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എന്താ ഇനി വെക്കേഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞായിരുന്നോ നിങ്ങൾ ഓണം എക്സാമിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇനി നമുക്ക് വെക്കേഷൻ ഇല്ല? ഓണം എക്സാമിൻ്റെ ആൻസർ ഷീറ്റൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇനി വെക്കേഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം? അതെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമാണ് അല്ലേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഓണം എക്സാം ടഫായിരുന്നു അല്ലേ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അതായത് ഞങ്ങൾക്ക് പോലും ഇൻഫർമേഷൻ കിട്ടിയത് എപ്പോഴാണ്? അതെ, ഓണം എക്സാമിൻ്റെ പാറ്റേൺ മാറും എന്നൊക്കെ പറഞ്ഞത് എക്സാമിന് ഒരു 1 വീക്ക് മുന്നെയാണ് പറഞ്ഞത് അല്ലേ. അപ്പോഴാണ് എൻ്റെ മക്കൾ ഇത്രയും സബ്ജക്റ്റ് പഠിച്ചിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ അല്ലേ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പക്ഷെ നിങ്ങളിൽ പല ആൾക്കാർക്കും പല മക്കൾക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് കിട്ടിയിട്ടുമുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം, അത് നിങ്ങൾക്കും സാധ്യമാണ് അല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ആൻസർ ഷീറ്റെല്ലാം ഒക്കെ നോക്കി, അതൊക്കെ നമ്മൾ ഒരു സൈഡിൽ മാറ്റി വെച്ചു അല്ലേ. എന്തോ ആവട്ടെ, ആൻസർ ഷീറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങളെ മൈൻഡിൽ ഇനി വെക്കേഷൻ എടുക്കാൻ പാടില്ല എന്നൊരു തോട്ട് വന്നവരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മുഴുവൻ സബ്ജക്റ്റിൽ A ഗ്രേഡ് നേടിയിരിക്കും. ഉറപ്പാണ്, മിസ് തരുന്ന വാക്കാണ്. അതായത് ഇനി നിങ്ങൾക്കറിയാം, ഇനി ആകെ നമുക്കിതാ ഇപ്പോൾ ഒക്ടോബർ ആയി അല്ലേ. ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ നിങ്ങളെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. 11-ാം തീയതിയാണ് നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 18 വരെയാണ് എക്സാം ഉണ്ടാവുക. 19 എന്നുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു എക്സാം മിസ്സായി കഴിഞ്ഞാലാണ് അത് 19ലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു 18 എന്നുള്ള ഡേറ്റിനെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ആകെ ഒരു 6 ദിവസം അല്ലേ. 11, 12, 13, 14, 15, 16, 17, 18 അല്ലേ. 8 ദിവസമാണ് 8 ദിവസമാണ് എന്ത് ചെയ്തിട്ടുള്ളത് നിങ്ങളെ മുന്നിൽ ഉള്ളത്. അതിൽ തന്നെ ഈ ഒരു 8 ദിവസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേയും ഒരു സൺഡേയും വരുന്നുണ്ട്. അപ്പം ബാക്കി എത്രയാ? ടോട്ടൽ 6 ദിവസം മാത്രമേ നിങ്ങളെ മുന്നിലുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇനി നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പാടില്ല മക്കളെ. അതായത് ഇങ്ങനൊരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നതെങ്കിൽ അടുത്തൊരു എക്സാമിനും എന്ത് വരും? ഇതേ പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. നിങ്ങൾക്ക് ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തീർക്കാനുള്ള ഒരു ടൈം പോലും നിങ്ങൾക്ക് മുന്നിൽ കിട്ടില്ല അല്ലേ. അത്രയ്ക്ക് ക്വസ്റ്റ്യൻ അല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലേ. നിങ്ങൾക്ക് ഏതാണ് B, ഏതാണ് 6, ഏതാണ് 5 എന്ന് അറിയാതെ ഒരവസ്ഥയിലായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം എക്സാം. ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അത് മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. ഇനി ഈ ഒരു 2 മാസം നിങ്ങളെ മുന്നിൽ വെക്കേഷൻ ഇല്ല. നിങ്ങൾക്ക് എപ്പം മാത്രമേ വെക്കേഷൻ ഉള്ളൂ? ക്രിസ്മസ് എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെക്കേഷൻ ഉള്ളൂ. ആ വെക്കേഷൻ നിങ്ങൾക്ക് മനസമാധാനമായിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ എഴുതിയ പേപ്പേഴ്സിൽ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനെ അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്ത് വേണം? യെസ്, കളിക്കാം അല്ലെ, കസിൻസിൻ്റെ വീട്ടിൽ പോകാം, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഹാപ്പി ആയിരിക്കണ്ടേ അല്ലേ. അപ്പം നിങ്ങൾ ഹാപ്പി എല്ലാം ആവാനുള്ളൊരു കാരണം എന്തായിരിക്കും? അയ്യോ, ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പേപ്പർ കിട്ടും, ഓണം എക്സാമിനെക്കാട്ടും അബദ്ധമായിരിക്കും എൻ്റെ കാര്യം. ഇതായിരിക്കും നിങ്ങളെ ഉള്ളിൽ വരുന്ന തോട്ട് അല്ലേ. അപ്പം ഇത് മാറ്റിയെടുക്കാനാണ് മിസ് പറഞ്ഞത്. ഈ 2 മാസം നിങ്ങൾക്കിനി വെക്കേഷൻ ഇല്ല. ഓക്കെ, ഒരു ദിവസം പോലും എൻ്റെ മക്കൾ മാറ്റി വെക്കാൻ പാടില്ല. കുറച്ച് കളിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളായിട്ടൊരു തീരുമാനമെടുക്കുക. എന്താ? ക്രിസ്മസ് എക്സാമിന്, ഓണം എക്സാമിന് പറ്റിയ ഒരു തെറ്റ് പോലും ക്രിസ്മസ് എക്സാമിന് ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സക്സസ് ആയി. ഓക്കെ, അത് കൂടാണ്ട് മിസ് ഒരു കാര്യം പറയട്ടെ, ഓണം എക്സാമിന് ആദ്യം 3 ചാപ്റ്ററും 4 ചാപ്റ്ററും പഠിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ പോയിട്ടുള്ളത് അല്ലേ. ബേസിക് സയൻസ് അതെങ്കിൽ 3-3.5 ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടാണ് നിങ്ങൾ പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്കറിയാം എക്സ്ട്രാ 3 ചാപ്റ്ററും കൂടി വരും. ആദ്യത്തെ 3 ചാപ്റ്ററിനും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. ടോട്ടൽ ഒരു 6 ചാപ്റ്ററെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അതിനുശേഷം നിങ്ങൾ ആലോചിച്ചോ, ഈ ഒരു 2 മാസം കലോത്സവങ്ങളുടെ കാലങ്ങളാണല്ലേ. നമ്മളിതാ കുഞ്ഞു മക്കൾക്ക് എന്ത് വേണം? കലോത്സവങ്ങൾ ആഘോഷിക്കണം അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് നല്ലോണം മോട്ടറായി കൊടുക്കാൻ നിങ്ങൾക്ക് പോകണ്ടേ. അവരെ പരിപാടികൾ നിങ്ങൾക്ക് കാണണ്ടേ, നിങ്ങൾക്ക് അതിൽ പങ്കാളിയാവണ്ടേ. യെസ്, ആവണം, നിങ്ങൾ പോകണം. അപ്പോഴും നിങ്ങൾ ടൈം നഷ്ടമുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കലോത്സവങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്, ചാപ്റ്റേഴ്സിൻ്റെ വോളിയം കൂടുന്നുണ്ട്, നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കൂടുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒറ്റ കാര്യങ്ങൾ മൈൻഡിൽ വിചാരിച്ചോ, ഓണം എക്സാമിന് 3 ചാപ്റ്റർ കൊണ്ട് ഞാൻ എന്ത് നേടി, ക്രിസ്മസ് എക്സാമിന് 6 ചാപ്റ്റർ കൊണ്ട് ഞാൻ എന്ത് നേടും? ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? മനസ്സിൽ ആലോചിക്കേണ്ട കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ മക്കൾ ഇനി പഠിക്കാണ്ട് നടക്കാൻ പാടില്ല. 2 മാസമാണ് മിസ് നിങ്ങളോട് ചോദിക്കുന്നത്. മിസ്സിൻ്റെ റിക്വസ്റ്റ് ആയിട്ട് കണ്ടോളൂ, 2 മാസം കേട്ടോ. 2 മാസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രിസ്മസ് എക്സാമിന് നല്ലൊരു സക്സസ്
നിങ്ങൾക്കുണ്ടായിരിക്കും. ഇത് മിസ്സിൻ്റെ വാക്കാണ്. അതിന് പുറമെ നമ്മളെ എജുപോർട്ടിൻ്റെ ലൈവും ക്ലാസ്സസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മക്കളെ ശരിക്കും പറഞ്ഞാൽ കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ ഒരു കാര്യം പോലും ആ പേപ്പർ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. മിസ് സിൻസിയറായിട്ട് പറയാണ് കേട്ടോ. സിൻസിയറായിട്ട് പറയാണ്. മിസ്സൊക്കെ ആൻസർ കീ ഡിസ്കഷൻ നടത്താറില്ലേ അല്ലേ? നിങ്ങൾ രാവിലെ തൊട്ട് ഉച്ചവരെയാണ് എക്സാമെങ്കിൽ 3 മണിക്ക് തന്നെ ആൻസർ കീ ഡിസ്കഷൻ എജുപോർട്ടിൻ്റെ ഫാക്കൽറ്റീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഒരു ഹാഫ് ആൻ അവറിലൊക്കെ മിസ്സൊക്കെ ആൻസർ എഴുതി വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലേ? പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ഈ പ്രാവശ്യത്തെ എക്സാം. മിസ്സിന് പോലും അതൊരു 1 മണിക്കൂറിൽ കൂടുതലോളം ആൻസർ കീ നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ടൈം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രയ്ക്കും ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു ഈ പ്രാവശ്യം നടന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ആ എക്സാമിനെ മറക്കാതിരിക്കുക കേട്ടോ. ആ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ആ ഒരു പേപ്പറും നിങ്ങൾ അമ്മേൻ്റെയും അച്ഛൻ്റെയും മുഖത്തുള്ള ആ ഒരു വിഷമം നിങ്ങൾ മറക്കാണ്ടിരിക്കുക. അപ്പം മാത്രമേ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ഗോള് സെറ്റ് ചെയ്യാത്തവന് ഏതൊരു മോട്ടിവേഷൻ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം മിസ് തന്നെ നിങ്ങളിതാ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യമില്ല എന്നുള്ള കാര്യം മിസ്സിനറിയാം. മിസ് പോയി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടി മാറാനും വേണം തയ്യാറാവാൻ. നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി മാറിക്കഴിഞ്ഞാൽ അത് ടെമ്പററി ആണ്, അല്ലെങ്കിൽ താൽക്കാലികമാണ്. നിങ്ങൾ എന്ത് ചെയ്യില്ല, മുഴുവനായിട്ട് നിങ്ങൾ മാറിയില്ല. അപ്പൊ മിസ്സിന്റെ പ്രസൻസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ ആവാൻ പോവാണ്. ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഗോളുള്ളവൻ, ഒരു എയിമുള്ളവൻ, ഒരാള്, ഒരു പുറത്തുള്ള ഒരു മോട്ടിവേഷൻ്റെയും ഒരാവശ്യം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റൊരു കാര്യമാണ്, ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്. ഈ എക്സാം നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം എജുപോർട്ടിൻ്റെ ആപ്പ് ഒക്ടോബർ 9 വരെ നിങ്ങൾക്ക് 1799 എന്നുള്ള ഒരു പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബാച്ച് സ്ലൈഡ് അല്ലെ, ബാച്ച് ഫസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരെ ജോയിൻ ചെയ്താൽ മതി. എല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പഠിക്കുക. എജുപോർട്ടിൻ്റെ ലൈവ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ മിസ് സിൻസിയറായിട്ട് പറയുകയാണ്, ഈ ലൈവ് ക്ലാസ്സിലൊന്നും ഒരിക്കലും ആ ഒരു ചാപ്റ്റർ കവർ ചെയ്തിട്ട് മിസ് ഒന്നും പറയാറില്ല. നിങ്ങൾക്കറിയാം അല്ലേ, മിസ് ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് അല്ലേ, ഇത്ര കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, ടൈം ലിമിറ്റ് ഉണ്ട്. ഓരോ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടും അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ എടുത്തിട്ട് ഒരു ടീച്ചറിനും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് എജുപോർട്ടിലെ ആപ്പ്. ഈ ഒരു കമന്റ് ബോക്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളെ എജുപോർട്ടിൻ്റെ ആപ്പിലെ കുട്ടികളുടെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ പഠിച്ചു വരുന്നത് ഒരു 4ാമത്തെ ചാപ്റ്ററോ 5ാമത്തെ ചാപ്റ്ററോ ആയിരിക്കും സ്കൂളിൽ പഠിക്കുന്നത്. എജുപോർട്ട് അങ്ങനെയല്ല, ഇപ്പോഴേ 7 ചാപ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബറോട് കൂടി എല്ലാ ക്ലാസ്സുകളിലും എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് കഴിയും. അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കും, അപ്പം എന്താ ജനുവരി ഫെബ്രുവരി എന്താ ചെയ്യുക? അങ്ങനെയല്ല മക്കളെ, ആനുവൽ എക്സാമിനൊക്കെ എല്ലാ ചാപ്റ്ററും റിവിഷനാണ് ഇവിടെ ജനുവരി തൊട്ട് തുടങ്ങാൻ പോകുന്നത്. ദിവസവും സൂം ലൈവുകളും നിങ്ങളെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ആയിരിക്കും തരാൻ പോവാ. മിസ് വെറുതെ പറയല്ല, മിസ് വെറുതെ പറയാറില്ല. നിങ്ങൾക്ക് മിസ്സിന്റെ പ്രൊഡിക്ഷൻ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ ഒരു കാര്യം മിസ് പറയില്ല. മിസ് തരുന്ന പ്രോമിസ് ആണ്. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, എജുപോർട്ടിൻ്റെ ആപ്പിൽ വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, പഠിക്കണം. നിങ്ങൾക്ക് വേണം നിങ്ങളെ ചുറ്റിലുള്ള ആൾക്കാർ നിങ്ങളെ റിസൾട്ട് കണ്ട് സന്തോഷിക്കണം. നിങ്ങളെ കുത്തി പറഞ്ഞവർ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യണം, അവർ നിങ്ങളെ വിജയം കണ്ട് ചിരിക്കണം അല്ലേ? അവർക്കൊരു മുഖത്ത് ഒരു കളങ്ക ചിരിയ ഉണ്ടാവും കേട്ടോ. ഉള്ളിൽ എന്തുണ്ടാവും, ഉള്ളിലൊരു വിങ്ങിപ്പൊട്ടുന്ന ഒരു വിഷമം ഉണ്ടാവും. അപ്പം നിങ്ങൾക്കത് കാണണം, നിങ്ങൾ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പഠിക്കാൻ തുടങ്ങുക, റെസ്റ്റ് നിർത്തുക, വെക്കേഷനെല്ലാം നിർത്തുക. ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടും നമുക്ക് വെക്കേഷൻ ഉണ്ട്, അത് നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും, ബാച്ച് കിട്ടും. ബട്ട് ഒക്ടോബർ 9 വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവും കേട്ടോ. 1799 ഓഫർ ഒക്ടോബർ 9 വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ പൈസ എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ടാൽ മതി. ആ ഫോം ഫില്ല് ചെയ്തിട്ട കുട്ടിക്ക് എപ്പോഴായാലും ഈ ഒരു പ്രൈസിന് തന്നെയാണ് കിട്ടും കേട്ടോ. ജസ്റ്റ് ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂടാ, വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഫോം ഫില്ല് ചെയ്തേക്കും. അപ്പോൾ ഇതാ മിസ്സിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മിസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഇമോജീസ് ഏതൊക്കെയാണ് എൻ്റെ മക്കൾക്ക് അറിയാം. എന്ത് ചെയ്യുക, മിസ്സിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് മിസ് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേരറിയാണെങ്കിൽ പേരും ടൈപ്പ് ചെയ്തിട്ട് മിസ്സിൻ്റെ ഇമോജി എന്ത് ചെയ്യുക, നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.